യേശു തന്റെ ശിഷ്യന്മാരോട് ആശ്വസിപ്പിച്ച് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ കഷ്ടമില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? എല്ലാ മനുഷ്യർക്കും കഷ്ടതയുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായാലും പരമാധികാരിയായ പ്രസിഡന്റ് ആയാലും കഷ്ടമുണ്ട്. പക്ഷേ അവിടെ ജയിച്ച ഒരു കൂട്ടരേ ഉള്ളൂ, അത് യേശു കർത്താവിൻ്റെ മക്കളാണ്, ശിഷ്യന്മാരാണ്. യേശു പറയണം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ലോകപ്രകാരമുള്ള കഷ്ടങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് ജയിലറയിൽ കിടന്നിട്ടും കൈകാലുകൾ ആമത്തിലിട്ടിട്ടും മുറിവേറ്റിട്ടും പൗലോസും ശീലാസും പാട്ടുപാടിയത്. അതുകൊണ്ടാണ് പട്ടിണിയായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഉന്മേഷത്തോടെ പൗലോസും അപ്പല്ലോസും ദൈവവേല ചെയ്തത്. യേശു തന്നെ പറഞ്ഞു, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്, കാരണം വേദന വരുന്നത് കൊണ്ട്. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം കൊണ്ട് അവൾ ആ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ വീണ്ടും കാണും, അന്ന് നിങ്ങൾ സന്തോഷിക്കും. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം, അവനോടുകൂടെ നടക്കണം. ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് കഷ്ടമായിട്ട് തോന്നത്തില്ല, അതിനെ ജയിക്കുന്ന ഒരു സന്തോഷം അവനകത്ത് തരും.